ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ലളിതവും എന്നാൽ ആഴമേറിയതുമായ പ്രഖ്യാപനത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. കത്തോലിക്ക പാരമ്പര്യത്തിൽ യേശുവിനോടുള്ള സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് കുരിശിലെ അവിടുത്തെ ബലിക്ക് പകരമായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒന്നാണ്. ഈ സ്നേഹം കുടുംബത്തിൻ്റെ ആത്മീയ ഹൃദയമിടിപ്പായി മാറുകയും ഓരോ അംഗത്തിലും ക്രിസ്തുവിനെ ദർശിക്കുന്ന ഒരു സങ്കേതമായി നമ്മുടെ ഭവനങ്ങളെ മാറ്റുകയും ചെയ്യുന്നു. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് മാതാപിതാക്കൾ പരസ്പരം പറയുമ്പോൾ, സഭയെ സ്നേഹിച്ച ക്രിസ്തുവിനെ പോലെ പരസ്പരം ത്യാഗപൂർവം സ്നേഹിക്കുവാനാണ് അവർ പ്രതിജ്ഞ ചെയ്യുന്നത്. അത് അൾത്താരയിൽ നിന്ന് ആരംഭിക്കുന്നു. വിവാഹ ദിവസം മുതൽ പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ മാതാപിതാക്കൾക്ക് രക്ഷകനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഒഴുകുന്ന സമാധാനവും സന്തോഷവും കണ്ടാണ് നമ്മുടെ മക്കൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ നിശബ്ദതയിൽ അവിടുത്തെ തേടുന്നതും ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിലും വെല്ലുവിളികളിലും നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ കൂട്ടുന്നതുമാണ് യഥാർത്ഥ സ്നേഹം എന്ന് തിരിച്ചറിയണം. ഈ സ്നേഹം പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തെറ്റ് ചെയ്തവർക്ക് ക്ഷമ നൽകുവാനും സ്വന്തം താല്പര്യത്തേക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുടുംബം ഈ സ്നേഹത്തിൽ ഒന്നിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവം ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനാൽ ആ ബന്ധം അദൃശ്യമായി മാറുന്നു. ഒരിക്കലും തകരാത്ത ബന്ധമായി മാറുന്നു. സാത്താന് തകർക്കാൻ പറ്റാത്ത ഒരു അദൃശ്യ ശക്തി ആ കുടുംബത്തെ വലയം ചെയ്യുന്നു. യേശുവിനെ കേന്ദ്രമാക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ ഓരോ വാക്കും പ്രവൃത്തിയും അവിടുത്തെ തിരുഹൃദയത്തിനുള്ള സ്തുതിഗീതമായി മാറണം. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ജീസസ് എന്നത് നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ പ്രാർത്ഥനയാകട്ടെ. ഈ സ്നേഹം മാത്രമാണ് ശാശ്വതമായ സന്തോഷത്തിലേക്കുള്ള ഏക വഴി. ആമേൻ.